ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. നന്മ ചെയ്തവർക്ക് അല്ലാഹു നന്മയും അതിലേറെയും കൊടുക്കും. ഈ നന്മക്കും ഇതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്കും അല്ലാഹു അതിന് ഹുസ്നയും സിയാദയായ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യവും അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫയാ നദറതൻ അഹദത് ഇലൽ വുജൂഹി നദറതൻ അല്ലാഹ ലഹാ നൂറുൻ മിനൽ ഫജ്രി അഅദമു. ഒരു തിരുനോട്ടം കാരണം മുഖത്തിനുമേൽ മനോഹരമായ ശോഭയും പ്രഭയും വരുന്ന ഒരു നോട്ടമേ. അള്ളാഹുവിനെ നോക്കുന്ന മുഖത്തിന് എന്തെന്നില്ലാത്ത ഭംഗിയുണ്ടായിരിക്കുന്ന, അള്ളാഹുവിനെ കാണുന്ന മുഖം ഭംഗിയുള്ള മുഖമാണ്. സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു ആക്കിത്തരട്ടെ, തഫാഉൽ കൊണ്ട് പറയാൻ നമുക്കൊക്കെ അള്ളാഹു അങ്ങനെയൊക്കെ നമ്മളാക്കിത്തരട്ടെ. സ്വർഗത്തിലെത്തിയാൽ 33 വയസ്സായിരിക്കുന്നതാണ്. അത് യൗവനത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമാണ് 33. 33 ആയിരുന്നു കൈവയ്ക്കട്ടെ. 33 ഇപ്പോൾ ഉള്ളത്. 33 കഴിഞ്ഞവരല്ല എത്താൻ ഇപ്പൊ 33 ഉള്ളവര് ഒന്ന് കൈവയ്ക്കട്ടെ. എത്ര പേരുണ്ട്? ഒരാള്, 2, ആകെ 2, 3, 4, 5 ആള് അത്രേ ഉള്ളൂ അല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സ്വർഗവാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന വയസ്സാണത്. ഈസാ നബിയെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയത് ആ വയസ്സിലാണെന്ന്. സ്വർഗത്തിലെത്തുമ്പോൾ മുതിർന്ന മുഴുവൻ ആളുകളും, കുട്ടികളാണ്, മുതിർന്ന മുഴുവൻ ആളുകളും 33-ലാണ്. 60 മുഴം ഹൈറ്റും വെയിറ്റും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അലാ സൂറത്തി അബീക്കും ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം 60 മുഴം ഹൈറ്റുള്ള മഹാനാണ്. ആ ഹൈറ്റായിരിക്കുന്ന, സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഭംഗിയായിരിക്കുന്ന, അള്ളാഹുവിനെ കാണുന്ന മുഖങ്ങൾക്ക് സൗന്ദര്യം കൂടിക്കൂടി വരുന്നതാണ്. അവിടെ ഒരു സൂഖുൽ ജുമുഅയുണ്ട്, വെള്ളിയാഴ്ചത്തെ ഒരു മാർക്കറ്റുണ്ട് സ്വർഗത്തിൽ. മലക്കുകളാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. കാശോ ക്രെഡിറ്റ് കാർഡോ ഒന്നും വേണ്ട, പോയി എടുത്തു കൊണ്ടുവരിക. മലക്കുകൾ ഇതെടുത്തോളൂ എന്ന് പറയാ. പുരുഷന്മാർ അവരുടെ ഭാര്യമാർക്ക് എന്ത് വേണോ എന്ന് ചോദിച്ചവരെ അവിടെ സൂക്കിൽ ചെന്ന് അവിടെ നിന്ന് സാധനം വാങ്ങിച്ചു വന്നാൽ ഭാര്യമാർ ചോദിക്കും, അല്ല നിങ്ങളുടെ മുഖത്തൊരു ഭംഗി കൂടിയല്ലോ. അപ്പൊ ഭർത്താവ്, അല്ലടി നിനക്കും സൗന്ദര്യം കൂടിയല്ലോ. അങ്ങനെ ഓരോ ജുമുഅയിലും സൗന്ദര്യം കൂടുകയാണ്. അതാണ് സ്വർഗമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ദുന്യാവിലെ പെണ്ണ് ആഖിറത്തിൽ വേണ്ടാന്നൊന്നും ആരും പറയണ്ട. ഈ ചേരുംകോലൊന്നും ആവില്ല. സ്വർഗത്തിലെ ഹൂറുൽ ഐനുകളെക്കാൾ കവച്ചു വെക്കുന്ന സൗന്ദര്യമാണ് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾക്കെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂറുല്ലീനെ കിട്ടുന്ന ഒരു പെണ്ണും ഭർത്താവിനോട് അസൂയ വെക്കും വേണ്ട. ഹൂറുല്ലീനുകൾ നിങ്ങളുടെ പരിചാരികകളാണ് എന്നാണ് ഹബീബ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൊടുക്കുന്ന നിഅമത്തിന് എന്ത് ചെയ്യണ്ട? അസൂയപ്പെടണ്ട. പിന്നെ അല്ലാഹു തആല പെണ്ണുങ്ങൾക്ക് അവിടെ പുരുഷന്മാരുണ്ട് എന്ന് പറയൽ അല്ലാഹുവിന്റെ ജലാലിലേക്കും അദമത്തിലേക്കും നോക്കിയാൽ ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരു നല്ല പദപ്രയോഗമല്ലാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ എന്ന ഒരൊറ്റ വാക്കിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ ഉണ്ട്, ആണിനും പെണ്ണിനും. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.